എവിടെയുണ്ട്? ഞാനിതാ നിങ്ങളെ വീടിന്റെ മുമ്പിലുണ്ട്. അകത്തേക്ക് കയറുന്നില്ല, പെട്ടെന്ന് ഇറങ്ങും. ഞാൻ ഇറങ്ങി. ഈ രാവിലെ തന്നെ ഇതെങ്ങോട്ടാ? പാലത്തറയിലെ അച്ഛനെ കാണാൻ ഇന്നലെ ആണ്ടമ്മേ. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. ഞാനും വരട്ടെ. ഇവന്റെ പങ്കാളി വീട്ടിന്റെ ഗേറ്റിന് പുറത്ത് നിൽക്കുന്നുണ്ടമ്മേ. എനക്ക് വേഗം പോണം. അത് ശരി, എന്നാ നീ വേഗം പോയിട്ട് വാ. വന്നോ? 5 വർഷം കണ്ണടച്ചു പോയത് അറിഞ്ഞില്ല. വെളിച്ചം കണ്ടിട്ട് 5 വർഷമായെന്ന് പറയുന്നു. ഒന്ന് ചുമ്മാതിരിയടിയാ. 2 കണ്ണും അവന്മാര് തുറന്നു നടത്തോണ്ട് പോയി കഴിഞ്ഞാല് പിന്നെ ഈ കണ്ണില്ലാതെ സ്വർഗത്തിൽ പോയിട്ട് എന്താ കാര്യമുള്ളത്? പിന്നെ ചത്ത് കിടന്നു കഴിഞ്ഞാല് പെട്ടതള്ള പോലും സഹിക്കില്ല. പിന്നെ പെണ്ണുമ്പിള്ളയുടെ കാര്യം പിന്നെ പറയണ്ട. ഇതിന്റെ പിന്നിലെല്ലാം ഉള്ളത് അവയവമാഫിയാണ്. അതിനെ ഒരിക്കലും എനിക്ക് അനുകൂലിക്കാൻ പറ്റില്ല ഈ ഒരു കാര്യത്തിന്. മാമ പറഞ്ഞതെന്നുള്ള കാര്യം നേതൃത്വം എന്ന് പറയുന്നത് ആർക്ക് കൊടുക്കാം. ഇത് ചെറിയ കുട്ടി മുതൽ ഏത് പ്രായമുള്ള ആൾക്കാർക്ക് കൊടുക്കാം. ഇത് പ്രത്യേക അസുഖങ്ങൾ പകർച്ചവ്യാധിയുള്ളവർ കൊടുക്കാൻ സാധിക്കില്ല എന്ന് മാത്രം. എയ്ഡ്സ് പോലുള്ള ആൾക്കാർ, മഞ്ഞപ്പിത്തം വന്ന ആൾക്കാർക്ക് ഇത് ശരിക്കും പരിശീലനം തേടിയ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ അടക്കമുള്ള ടീം വന്നിട്ടാണ് കണ്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖം വിരൂപമാവുമെന്നോ വൈകല്യം ഉണ്ടാവുമെന്നോ പേടിക്കേണ്ട കാര്യമില്ല. ഈ നേത്രദാനം എന്ന് പറയുന്നത് ആർക്കും ചെയ്യാം. ഷുഗറോ പ്രഷറോ തിമിരോ ഒന്നും അതിന് പ്രശ്നമല്ല. ക്ഷയരോ ഒന്ന് മാമനടക്കം ആർക്കും കൊടുക്കാവുന്നതില്ല. അച്ഛൻ്റെ ആഗ്രഹം അതാണെങ്കിൽ നടക്കണം. അച്ഛൻ്റെ കൂടെ ഞാനും നാളെ കണ്ണുകൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചു. അതിനുള്ള സമ്മതപത്രം നമുക്ക് നാളെ തന്നെ നൽകാം. അച്ഛൻ്റെ കൂടെ ഞാനുണ്ട്. മക്കളെ, നിങ്ങൾ വന്നോ? കാഴ്ചയൊക്കെ കുട്ടി പുതിയൊരു ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ കടക്കുകയാണല്ലോ. നിങ്ങൾക്കൊരു സമ്മാനമുണ്ട്. എൻ്റെ അല്ല, നിങ്ങൾക്ക് കണ്ണ് ദാനം ചെയ്ത അവൻ്റെ അച്ഛൻ്റെ വക സമ്മാനം. അദ്ദേഹത്തിൻ്റെ മകൻ ഉപയോഗിച്ചതാണ്. ദൈവം ഒന്നിനെ എടുത്താൽ എന്താടി 2ആയി തിരിച്ചു തന്നില്ലേ? Mm-hmm.